നടൻ ഷൈൻ ടോം ചാക്കോയെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സംവിധാന സഹായിയായി സിനിമയിൽ കരിയർ ആരംഭിച്ച ഷൈൻ ടോം ചാക്കോ ഇന്ന് തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും സിനിമകളും ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളിലും ഷൈനിൻ്റെ സാന്നിധ്യമുണ്ട്. 10 വർഷത്തോളം സംവിധാന സഹായിയായി പ്രവർത്തിച്ച ശേഷമാണ് ഷൈനിന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയത്. അങ്ങനെയാണ് കാവ്യ മാധവൻ നായികയായ ഗദ്ദാമയിൽ ശ്രദ്ധേയ വേഷത്തിൽ ഷൈൻ എത്തിയത്. അവിടെ നിന്ന് പിന്നെ തലവര മാറി. തുടരെ സിനിമകൾ ലഭിച്ചു. നായകവേഷം വരെ തേടിയെത്തി. എന്നാൽ ഇതിഹാസയ്ക്ക് ശേഷം ലഹരിമരുന്ന് കേസിൽ ഉൾപ്പെട്ടത് ഷൈനിന് തിരിച്ചടിയായി. ഇപ്പോഴും ആ കേസ് അവസാനിച്ചിട്ടില്ലെന്നും അന്നുണ്ടായ അറസ്റ്റും ഷൈനിൻ്റെ ജയിൽവാസവും എന്നേക്കും ഉണങ്ങാത്ത മുറിവായിരിക്കുമെന്നുമാണ് ഷൈനിൻ്റെ മാതാപിതാക്കൾ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അതേസമയം ഇപ്പോഴിതാ ഷൈൻ പുതുവർഷത്തിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഷൈനും പ്രണയിനി തനൂജയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായാണ് എൻഗേജ്മെൻറ്റ് നടന്നത്. പിങ്കും വെള്ളയും കലർന്ന ലഹങ്കയായിരുന്നു തനൂജയുടെ വേഷം. വെളുത്ത പാൻറ്റും പിങ്ക് ഷർട്ടുമായിരുന്നു ഷൈനിൻ്റെ വേഷം. ബന്ധുക്കൾ തനൂജയുടെ കയ്യിൽ ആഭരണം അണിയിക്കുന്നതിൻ്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. ഷൈനിൻ്റെ കുടുംബത്തെയും പ്രചരിക്കുന്ന വീഡിയോകളിലും ഫോട്ടോകളിലും കാണാം. ഏറെ നാളുകളായി ഷൈനും തനൂജയും പ്രണയത്തിലാണ്. എല്ലാ ചടങ്ങുകൾക്കും പോകുമ്പോഴും കുടുംബത്തോടൊപ്പം തനൂജയെയും ഷൈൻ ഒപ്പം കൂട്ടാറുണ്ട്. മാത്രമല്ല തനൂജയ്ക്കൊപ്പമുള്ള നിരവധി പ്രണയാർദ്ര ചിത്രങ്ങൾ ഷൈൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുമുണ്ട്. വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ നിരവധി പേരാണ് ഷൈനിനെയും തനൂജയെയും അഭിനന്ദിച്ച് എത്തുന്നത്. മാത്രമല്ല ചിലർ ഷൈനിൻ്റെ കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തി പരിഹസിച്ചും കമൻറ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. പ്രണയത്തിന് പ്രത്യേക അർത്ഥം നൽകിയവൻ എന്ന് പറഞ്ഞാണ് ഷൈനുമായി ചേർന്ന് നിൽക്കുന്ന 3 ഫോട്ടോകൾ തനു കുറച്ചു നാളുകൾക്ക് മുമ്പ് പങ്കുവച്ചത്. ഡാൻസ് പാർട്ടി എന്ന സിനിമയുടെ പ്രൊമോഷനായി വന്ന സമയത്താണ് ഷൈൻ ടോം ചാക്കോ തൻ്റെ പ്രണയിനിയെ എല്ലാവർക്കും ആദ്യമായി പരിചയപ്പെടുത്തിയത്. തനു എന്ന പേര് മാത്രമാണ് ഷൈൻ ടോം ചാക്കോ അന്ന് പറഞ്ഞിരുന്നത്. ഷൈൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ വിവാഹിതനായതാണ്. ആ ബന്ധത്തിൽ ഒരു കുഞ്ഞും ഷൈനിനുണ്ട്. വീട്ടുകാർ നിശ്ചയിച്ച് നടത്തിയ വിവാഹമായിരുന്നു അത്. എന്നാൽ ഇരുവരും പിന്നീട് വേർപിരിഞ്ഞു. ഇപ്പോൾ ഷൈനിൻ്റെ ആദ്യ ഭാര്യയും കുഞ്ഞും വിദേശത്താണ്. കുഞ്ഞിൻ്റെ പേര് മാത്രം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഷൈൻ വെളിപ്പെടുത്തിയിരുന്നു. തനു ഒരു മോഡൽ കൂടിയാണ്. 40കാരനായ ഷൈൻ ടോം ചാക്കോ ഏറ്റവും അവസാനം പ്രത്യക്ഷപ്പെട്ടത് മമ്മൂട്ടി ചിത്രം കണ്ണൂർ സ്ക്വാഡിലാണ്. 2015 ജനുവരി 30-നാണ് ഷൈൻ ടോം ചാക്കോയും 4 യുവതികളെയും കൊച്ചി കടവന്ത്രയിലെ ഫ്ലാറ്റിൽ വെച്ച് കൊക്കൈൻ ഉപയോഗിച്ചതിന് പോലീസ് പിടികൂടിയത്. കാക്കനാട്ടെ ഫോറൻസിക് ലാബിൽ ആയിരുന്നു ഇവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരുന്നത്. എന്നാൽ ഈ പരിശോധനയിൽ കൊക്കൈൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ലെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനുശേഷം ചെറിയ പിഴവുകൾ ഷൈനിൻ്റെ ഭാഗത്തു നിന്ന് വന്നാൽ പോലും കഞ്ചാവ് എന്നുള്ള പരിഹാസം ഷൈനിന് കേൾക്കേണ്ടി വരാറുണ്ട്.